അമേരിക്കയുടെ ആകാശത്ത് റഷ്യയുടെ ചാരവിമാനം അന്താളിച്ചിരിക്കുകയാണ് അമേരിക്കയും ലോകരാജ്യങ്ങളും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന വിവരം പോലുമില്ല. രണ്ട് മേഖലാ യുദ്ധം ഇപ്പോൾ കൃത്യമായ രീതിയിൽ നടക്കുന്നു. അവസാനിക്കാത്ത യുദ്ധമായിട്ട് തന്നെയാണ് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇത്തരമൊരു സംഭവങ്ങൾ ഇവിടെ നടക്കുന്നത്. അമേരിക്ക അത് തുരത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. വീണ്ടും അവർ ചാരവിമാനങ്ങൾ അമേരിക്കയുടെ അതിർത്തിയിലൂടെ പറന്ന് നടക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഈ മാസം ഓഗസ്റ്റ് 15-നാണ് പുടിൻ റഷ്യ സന്ദർശിക്കുന്നത്. പുടിൻ ഈ അമേരിക്ക സന്ദർശിക്കുന്നത്. അപ്പോൾ അമേരിക്ക സന്ദർശിച്ചതിനോടനുബന്ധിച്ച് അലാസ്കയിലാണ് വിമാനം ഇറങ്ങുന്നത്. അലാസ്കയിൽ ഇറങ്ങിയതോടനുബന്ധിച്ച് തന്നെ 3 വിമാനങ്ങൾ ആകാശത്തിലൂടെ വട്ടമിട്ട് പറന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ യുദ്ധവിമാനം ആണ് ആ പറന്നത്. അത് എന്ത് കാര്യത്തിന് എന്നതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം ഇപ്പോഴും അമേരിക്ക നടത്തിയിട്ടില്ല. അതിന്റെ വിശദീകരണം എന്താണ് എന്നുള്ളത് റഷ്യയോട് ചോദിച്ചിട്ടുണ്ട്. രണ്ടുപേരും, റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപും ഈ വിമാനം ആകാശത്തിലൂടെ പറക്കുന്ന സമയത്ത് മേൽപോട്ട് നോക്കുന്നതിന്റെ ചിത്രങ്ങളൊക്കെ വൈറലായിട്ട് മീഡിയയിലൂടെയൊക്കെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കാര്യത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം രണ്ടു കൂട്ടരും നൽകിയിട്ടില്ല. ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് ചില മീഡിയകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. റഷ്യയുടെ പ്രസിഡന്റ് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ഒരു മൈൻഡില്ലാത്ത രീതിയിലാണ് പുടിൻ അതിന്റെ മുഖഭാവം അല്ലെങ്കിൽ ശരീരഭാഷ കണ്ടത്. അങ്ങനെ തന്നെയാണ് ഇതൊക്കെ എത്ര കണ്ടതാണ് എന്ന തരത്തിൽ. അങ്ങനെ അവർക്കിടയിൽ ഈ മീഡിയക്കാർക്കിടയിൽ ഈ വിഷയത്തെക്കുറിച്ച് വലിയ ചർച്ചാ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. വധിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായ ഒരു മുന്നറിയിപ്പാണ് എന്ന് പോലും എഴുതിയ പത്രങ്ങളുണ്ട്. ഇപ്പോൾ അലാസ്കയുടെ പരിസരത്ത് റഷ്യയുടെ ചാരവിമാനങ്ങൾ, ഇതാണ് ചില മീഡിയകളൊക്കെ ഹെഡിങ് ആയിട്ട് കൊടുത്തത്. അലാസ്ക എന്ന് പറയുന്ന പ്രദേശം റഷ്യ അമേരിക്കക്ക് വിറ്റതാണ്. ഒരു കാലത്ത് കുറച്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിൽപ്പന നടത്തിയതാണ്. അതൊരു സാമ്പത്തിക പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കി അങ്ങനെ കൊടുത്തതാണ്. 3 വർഷമായി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്നു. ഈ യുദ്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനവും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ തങ്ങളുടെ രാജ്യത്തേക്ക് ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ വിളിക്കുന്നത്. ആർക്ക് വലിയ സന്തോഷം പറഞ്ഞു. അയാൾ അവിടെ എത്തുന്നു, രാജകീയമായിരിക്കുന്ന സ്വീകരണം നൽകുന്നു, ഈ അടച്ചിട്ട റൂമിൽ 3-4 മണിക്കൂർ സംസാരിക്കുന്നു. പക്ഷെ എവിടെ എത്തിയിട്ടില്ല. ഒന്നും എവിടെയും ലക്ഷ്യം എത്താത്ത രീതിയിലാണ് അത് അവസാനിച്ചത്. ഏറ്റവും ഒടുവിലായിട്ട് പുടിൻ പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങൾ ഇനി അടുത്ത ചർച്ചയ്ക്ക് വേണ്ടി ഞങ്ങളുടെ മോസ്കോയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ മീറ്റ് അവസാനിക്കുന്നത്. 10 ദിവസമായി തുടർച്ചയായ രീതിയിൽ 3 വിമാനങ്ങൾ അമേരിക്കയുടെ അതിർത്തിയിലൂടെ ചാരക്കണ്ണുമായിട്ട് കറങ്ങി നടക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ ആരോപണം. 2024 ശേഷം പല ഘട്ടങ്ങളിലും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും സജീവമായിട്ട് വരുന്നത് ഇപ്പോൾ ഇതാദ്യമായിട്ടാണ്. വലിയ നിരീക്ഷണ ക്യാമറകളൊക്കെ വെച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഈ പ്രദേശത്തിന്റെ അകത്ത് നടക്കുന്ന സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണോ എന്നവർ സംശയിക്കുന്നു. ഈ പ്രദേശം എന്ന് പറയുന്നത്, അതായത് അലസ്ക എന്ന് പറയുന്ന പ്രദേശവും അതായത് അമേരിക്കയുടെ കൈവശത്തിലുള്ള പ്രദേശവും റഷ്യയുടെ അതിർത്തിയും തമ്മിൽ 55 മൈലിന്റെ വ്യത്യാസം മാത്രമാണുള്ളത്. അമേരിക്കയുടെ അലസ്കയിൽ നിന്ന് ഏകദേശം ന്യൂയോർക്കിലേക്ക് 1000 ചില്ലാനും കിലോമീറ്റർ ഉണ്ടാകുന്ന സമയത്താണ് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു പ്രദേശമായിട്ട് ഇത് കാണുന്നത്. ബെറിൻ കടലിടുക്കാണ് റഷ്യയെയും അമേരിക്കയും വേർതിരിക്കുന്നത്. അതിർത്തി രാജ്യങ്ങളാണ് എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ യുദ്ധവിമാനങ്ങൾ അയച്ചുകൊണ്ട് റഷ്യയുടെ വിമാനങ്ങളെ തുരത്തിയിട്ടുണ്ട് എന്ന് അമേരിക്ക അവകാശപ്പെട്ടു. പല ഘട്ടങ്ങളിൽ വരുന്ന സമയത്ത് ഞങ്ങൾ അത് നിരീക്ഷണം എന്ന് പറയുന്നത് അവർ ആകാശ നിരീക്ഷണങ്ങളൊക്കെയാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് റഷ്യയുടെ വിമാനങ്ങൾ തങ്ങളുടെ അതിർത്തി പ്രദേശത്തിലേക്ക് കയറുന്നത് നിരീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അവരെ ഘട്ടഘട്ടമായ രീതിയിൽ ഒഴിവാക്കാറുണ്ട്, അങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്ന കാര്യം. കാനഡയുടെയും അമേരിക്കയുടെയും സംയുക്ത നിരീക്ഷണം ഇപ്പോൾ റഷ്യക്കെതിരെ നടക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യത്തിൽപ്പെട്ടതാണ് കാനഡ, യൂറോപ്പിനെതിരാണ് റഷ്യ. ഇപ്പോഴത്തെ ഉക്രൈൻ യൂറോപ്പിൽപ്പെട്ടതാണ്. അവർക്ക് മൊത്തത്തിൽ എതിർ നിന്നുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ പരിപാടികളും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പിക്കുന്നത്. അതുകൊണ്ട് കാനഡ റഷ്യക്കെതിരാണെന്നുള്ള കാര്യം ഉറപ്പാണ്. കാനഡയും അമേരിക്കയും അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. അപ്പോൾ അവരെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നതിനാൽ സംയുക്തമായിരിക്കുന്ന നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ്. 1 മണിക്കൂർ കൊണ്ട് 1 മണിക്കൂർ 12 മിനിറ്റ് ചില വിമാനങ്ങൾ ഈ മേഖലയിൽ ചെലവഴിച്ചു എന്നുള്ളത് റഡാർ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക സ്ഥിരപ്പെടുത്തുന്നു. എന്താണ് ഈ അലാസ്കയിലെ പ്രത്യേകതകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അലാസ്ക അമേരിക്കയുടെ ഏറ്റവും തന്ത്രപ്രധാനമായിരിക്കുന്ന പട്ടണങ്ങളിൽ അല്ലെങ്കിൽ നഗരങ്ങളിൽ ഒന്നാണ്.
വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, വ്യോമത്താവളങ്ങൾ ഈ മേഖലയുണ്ട്. അമേരിക്കയുടെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വ്യോമ പ്രതിരോധ മേഖലയും വ്യോമത്താവളങ്ങളുമുള്ള ഒരു പ്രദേശമാണ് ഇത്. 5th ജനറേഷൻ F-22 വിമാനങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. റാപ്ഷൻ ഫൈറ്റ് ജെറ്റ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മിസൈൽ ഡാറ്റ സിസ്റ്റം ഈ ഭാഗത്താണ്. പിന്നെ റെഡ് ലോഗ് അലാസ്ക എന്ന് പറയുന്ന അന്താരാഷ്ട്ര വ്യോമ യുദ്ധ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ അഭ്യാസം നടക്കുന്ന ഏരിയ ആണ് ഇവിടെ. ലോങ് റേഞ്ച് ഡിസ്ക്രിമിനേഷൻ റഡാർ സിസ്റ്റം ഇവിടെ പ്രവർത്തിക്കുന്നു. അതായത് ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ നിരീക്ഷണം നടത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഏരിയ ആണ് അലാസ്ക എന്ന് പറയുന്ന പട്ടണം അല്ലെങ്കിൽ പ്രദേശം. അത് റഷ്യയുമായിട്ട് ഏറ്റവും അതിർത്തി പങ്കിടുന്ന അമേരിക്കയുടെ സുപ്രധാനമായിരിക്കുന്ന ഒരു ഭാഗമാണ്. റഷ്യ വിൽപ്പന നടത്തിയതാണ് എന്നുള്ളത് നമ്മൾ പറയുകയും ചെയ്തു. ഇപ്പോഴത്തെ യുദ്ധം നടക്കുന്ന ഏരിയകൾ, അതായത് ഈ ഉക്രൈനും റഷ്യയുമാണെങ്കിലും പാലസ്തീനും ഇസ്രായേലും തമ്മിലാണെങ്കിലും ഈ വിഷയത്തിലൊക്കെ റഷ്യക്കും അമേരിക്കക്കും തത്തുല്യ പങ്കാണ്. ശത്രുപക്ഷത്താണ് രണ്ട് ഭാഗമുള്ളത്. ഉക്രൈന് അനുകൂലമായ രീതിയിലാണ് അമേരിക്കയുടെ നിലപാട്, നമുക്കത് അറിയാവുന്നതാണ്. പലസ്തീൻ ഇസ്രായേൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് എല്ലാവിധ സപ്പോർട്ടും ചെയ്യുന്ന അമേരിക്കയാണ്. ഉക്രൈനെതിരെ യുദ്ധം ചെയ്യുന്ന രാജ്യമാണ് റഷ്യ. പലസ്തീൻ അനുകൂലമായി ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് റഷ്യ. അപ്പോൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് രണ്ട് ശക്തി രാജ്യങ്ങളും ഈ ശത്രുപക്ഷത്ത് നിന്ന് ഇപ്പോൾ നേരിട്ടല്ലെങ്കിൽ പോലും യുദ്ധം നിർവഹിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ശക്തിയുടെ ബലം ക്ഷയിക്കുന്ന ഒരു അവസ്ഥക്ക് മാത്രമേ ഈ യുദ്ധവിരാമം ഉണ്ടാവൂ എന്ന് തന്നെ പറയപ്പെട്ടിട്ടുണ്ട്. രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് യുദ്ധം നടത്തിയ രാജ്യമാണ് റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ. അന്ന് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു, ഇപ്പോൾ അത് റഷ്യയായി മാറി. ബ്രിട്ടൻ ആയിരുന്നു അന്ന് തന്ത്രശാലിയായിരിക്കുന്ന രാഷ്ട്രമായിട്ട് നിലനിന്നത്. അതിൻ്റെ കീഴിലാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. സോവിയറ്റ് യൂണിയനാണ് ഏറ്റവും ശക്തിയുള്ള രാജ്യം എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അമേരിക്കക്ക് അത് വീരപരിവേഷവും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ജപ്പാനിൽ ആണവ സ്ഫോടനം നടത്തി എന്നുള്ളതാണ്. അത് ലോകത്ത് ഒരു രാജ്യം ഈ കാലം വരെ ചെയ്യാത്തതാണ്. അത് ചെയ്തുകൊണ്ട് തന്നെ ജപ്പാനെ കീഴ്പ്പെടുത്തുകയും ഞങ്ങൾ കീഴ്പ്പെട്ടിരിക്കുന്നു, തോൽവി സമ്മതിച്ചിരിക്കുന്നു എന്ന് ജപ്പാൻ ഭരണാധികാരികൾ പറയും. ഭരണത്തിൽ നിന്ന് അവർ പിന്മാറുകയും അതിൻ്റെ ആധിപത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അമേരിക്ക തീരുമാനിക്കുകയും ചെയ്തു. ആ തീരുമാനത്തിന്റെ മുമ്പ്, അതായത് ഈ ഹിരോഷിമയിൽ ആണവ സ്ഫോടനം നടത്തുന്നു, പിന്നീട് നാഗസാക്കിയിൽ നടത്തുന്നു. നാഗസാക്കിയിൽ ആണവ സ്ഫോടനം നടത്തിയതിനു ശേഷവും കീഴടങ്ങുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ജപ്പാന്റെ സർക്കാർ പറഞ്ഞിട്ടില്ല. യുദ്ധമുഖത്ത് നമ്മൾ സജീവമാണ്, യുദ്ധത്തിന് തയ്യാറാണ് എന്ന തരത്തിലാണ്. ജപ്പാന്റെ കൈവശത്തിൽ അന്ന് ആണവായുധം ഉണ്ട്, അതവർ പ്രയോഗിക്കാൻ വേണ്ടി ആലോചിച്ചിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇല്ല എന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ കീഴടങ്ങാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണങ്ങളിലൊന്ന് സോവിയറ്റ് യൂണിയൻ, അതായത് ഇപ്പോഴത്തെ റഷ്യ ജപ്പാനെതിരെ ആക്രമണം നടത്തും എന്നൊരു പ്രഖ്യാപനം നടത്തി. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവ സ്ഫോടനം നടത്തിയതിനു ശേഷം തങ്ങൾ ജപ്പാനെതിരെ ആക്രമിക്കാൻ പോകുന്നു എന്നൊരു പ്രഖ്യാപനം സോവിയറ്റ് യൂണിയന്റെ ഭാഗത്തു നിന്നുണ്ടായതോടുകൂടി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ജപ്പാൻ കീഴടങ്ങി. അതിന് സോവിയറ്റ് യൂണിയൻ എടുത്ത തന്ത്രം എന്താണ്? ഞങ്ങളും കൂടി അവിടെ ആണവ സ്ഫോടനം നടത്തി കഴിഞ്ഞാൽ, ഒരു ഏരിയസ് നടത്തി കഴിഞ്ഞാൽ അമേരിക്കക്ക് മേലെ ആധിപത്യം ഉണ്ടാക്കി ലോകത്തിന്റെ 1ാം നമ്പർ രാഷ്ട്രമായി മാറും എന്ന് സോവിയറ്റ് യൂണിയൻ കണക്ക് കൂട്ടി. ആ കണക്ക് കൂട്ടി തെറ്റിച്ച എങ്ങനെയാണ്? ജപ്പാൻ ഞങ്ങൾ കീഴടങ്ങാന്ന് പറഞ്ഞു. പിന്നെ അവിടെ ആണവ സ്ഫോടനം നടത്തേണ്ട അല്ല, ആക്രമണം നടത്തേണ്ട കാര്യമില്ല. അതോടുകൂടി എന്തുണ്ടായി? ആധിപത്യവും സർവാധിപത്യവും അധികാരങ്ങളെല്ലാം അമേരിക്കയിലേക്ക് വന്നു ചേർന്നു. പിന്നെ തീരുമാനം അമേരിക്കയായി. ആ തീരുമാനവും ആ നിലപാടുകളുമാണ് ഇപ്പോഴും പിന്തുടർന്ന് വരുന്നത്. അമേരിക്ക തന്നെ മേൽക്കോയ്മയിൽ എത്താനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ആണവ സ്ഫോടനം നടത്തിയ സൈനിക ബലം ശക്തി നോക്കുന്ന സമയത്ത് ഇന്നും റഷ്യ തന്നെയാണ് മുമ്പിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അലാസ്കയുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്തിനാണ് അലാസ്കയെ ചുറ്റിപ്പറ്റിക്കൊണ്ട് റഷ്യ ഇങ്ങനെ ഈ ചാരവിമാനങ്ങൾ അയക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് കുറച്ച് രഹസ്യ കാര്യങ്ങൾ റഷ്യക്ക് അറിയാനുണ്ട് എന്നാണ് അനുമാനം. അതിൽ പരമാവധി അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും, അതായത് ആണവ സ്ഫോടനവുമായി ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട് ഈ അലാസ്കയുടെ ചില മേഖലകളിൽ രഹസ്യ കേന്ദ്രങ്ങൾ അമേരിക്കക്കുണ്ട് എന്ന് റഷ്യ മനസ്സിലാക്കുന്നു. അതാണ് ഇതിന്റെ പ്രധാനമായിരിക്കുന്ന കാര്യം. അപ്പൊ ഇവിടെ ഈ മേഖലയിൽ എവിടെയോ ആണ് അതിന്റെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ വളരെ രഹസ്യമായ രീതിയിൽ വെക്കുന്ന സാധനമാണ് ആണവായുധം എന്ന് പറയുന്നത്. ഏറ്റവും തന്ത്രപ്രധാനമായിരിക്കുന്ന രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് അപൂർവമായിട്ട് മാത്രമേ ഇതിന്റെ ആസ്ഥാനങ്ങൾ എവിടെയാണെന്നറിയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധം ഉള്ളത്
റഷ്യയുടെ കൈവശത്തിലാണ്. രണ്ടാമത് ആണവായുധമുള്ളത് അമേരിക്കയുടെ കൈവശത്തിലാണ്. അലാസ്കയുടെ പല മേഖലകളിലും ഇത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയ സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ശത്രുപക്ഷത്തിൻ്റെ ആക്രമ രീതികളും അവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളും കൃത്യമായ രീതിയിൽ അറിയുക എന്നുള്ളത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അലാസ്കയെ കേന്ദ്രീകരിച്ചുകൊണ്ട് റഷ്യയുടെ ചാരവിമാനം വട്ടമിട്ട് പറക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന കാര്യമാണ്.